നമസ്കാരം. BBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകൾ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ യുവാക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മയക്കുമരുന്നുകൾ എത്തിക്കുന്നത് എന്ന് ഇടുക്കി SP സാബു മാത്യു. കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. ചൊവ്വാഴ്ച വൈകിട്ട് 4:30-യോടെയാണ് അപകടം. കാളിയാർ ഒറഗണ്ണി ചേന്നാട്ട് ജോർജിന്റെ വീടിന്റെ മേൽക്കൂരയാണ് കനത്ത മഴയിൽ തകർന്നു വീണത്. KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ദീപിക നമ്മുടെ ഭാഷാ പദ്ധതി കോതമംഗലം രൂപതാതല ഉദ്ഘാടനം നടത്തി. രാഷ്ട്രദീപിക ലിമിറ്റഡ് ഡയറക്ടർ ഫാദർ ഡോക്ടർ തോമസ് പോത്തനമൊഴി ഉദ്ഘാടനം ചെയ്തു. വാഗ്ദാനങ്ങൾ പലതുണ്ടായിട്ടും ഗതാഗത കുരുക്കിൽ ശ്വാസം മുട്ടുകയാണ് തൊടുപുഴ നഗരം. ബജറ്റുകളിൽ പ്രഖ്യാപിച്ച ഫ്ലൈ ഓവറുകൾ ഇപ്പോഴും കടലാസിലൊതുങ്ങുമ്പോൾ ജനങ്ങളുടെ യാത്രാ നരകം അനുദിനം വർദ്ധിക്കുന്നു. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകൾ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ യുവാക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മയക്കുമരുന്നുകൾ എത്തിക്കുന്നത് എന്ന് ഇടുക്കി SP സാബു മാത്യു. വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ട് അവയർനെസ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് മയക്കുമരുന്നുകൾ ഇന്ത്യയിലേക്ക് വ്യാപകമായി എത്തുന്നതെന്നും ഇന്ത്യയിലെ യുവജനങ്ങളെ തകർക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും SP സാബു മാത്യു പറഞ്ഞു. രാജ്യത്ത് കഞ്ചാവിന്റെ വ്യാപനത്തിന് പ്രധാന കാരണമായത് ആഭ്യന്തര തീവ്രവാദ സംഘടനകളായ മാവോയിസ്റ്റുകളാണെന്നും അത് അവരുടെ ആയുധ വ്യാപാരത്തിന്റെ ഭാഗമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ കുറഞ്ഞതോടെ സിന്തറ്റിക് ഡ്രഗുകളുടെ വ്യാപനം വർദ്ധിച്ചിരിക്കുകയാണെന്നും ഇത് കൂടുതൽ അപകടകരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത്തരം ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വ്യാപനവും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി നടപ്പാക്കുന്നതെന്നും വിദ്യാർത്ഥികൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലഹരി സംബന്ധമായ വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കണമെന്നും അത് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഇത്തരം വിപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആഭ്യന്തര ഇന്റർനാഷണൽ ടെററിസ്റ്റുകൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാനിൽ നിന്നൊക്കെയാണ് MDMA പോലുള്ള മയക്കുമരുന്ന് ഇന്ത്യയിലേക്ക് വരുന്നത്. അത് നമ്മുടെ യുവജനങ്ങളെ തകർക്കാൻ വേണ്ടിയും ഇന്ത്യയുടെ ഭാവി തകർക്കാൻ വേണ്ടിയും കച്ചകെട്ടിയിറക്കുന്ന വിദേശ വിധ്വംസ ശക്തികളുടെ പ്രവർത്തന ഫലമാണ്. നമുക്കറിയാം, മാവോയിസ്റ്റുകൾ എന്നൊരു വലിയൊരു വിങ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ ആഭ്യന്തര തീവ്രവാദികളാണ്. അവരാണ് ഗഞ്ചാവ് തുടങ്ങിയ സാധനങ്ങൾ ഛത്തീസ്ഗഡ്, ഒറീസ, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങൾ വനമേഖലകളിൽ കൃഷി ചെയ്ത് നമ്മുടെ സമൂഹത്തേക്ക് ഇറക്കി വിടുന്നത്. അത് നമ്മുടെ സമൂഹത്തെ തകർക്കാൻ വേണ്ടി മാത്രമല്ല, അവർക്ക് ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടി കാശിനും കൂടെയാണ്. എനിവേ, ഇപ്പോൾ മാവോയിസ്റ്റുകൾ ഏതാണ്ടൊക്കെ ഒതുങ്ങി. ഇനി കഞ്ചാവിൻ്റെ ഉപയോഗം വളരെ വരവ് കുറേ കുറയും. പക്ഷെ എങ്കിലും നമ്മൾ നാർക്കോട്ടിക് ഡ്രഗ്സിന് ഉപരി സൈക്കോട്രോഫിക് സബ്സ്റ്റൻസ്, അതായത് സിന്തറ്റിക് കെമിക്കൽസ് നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ഒരു കാരണവശാലും അതിൽ അടിമപ്പെട്ടു പോകരുത്. അടിമപ്പെടാൻ സാധ്യതയുള്ളവരെ കണ്ടെത്തി കറക്റ്റീവ് മെഷേഴ്സിലേക്ക് നിങ്ങൾ തിരുത്തിക്കൊണ്ടുവരണം. പോലീസും അതുപോലെ എക്സൈസും അത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളെ സഹായിക്കാൻ കൂടെയുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ ഈ മെസ്സേജ് നിങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും സ്പ്രെഡ് ചെയ്യണം. നിങ്ങളിതിൻ്റെ വെർച്വലി നിങ്ങളിതിൻ്റെ ബ്രാൻഡ് അംബാസഡറായി മാറിക്കൊണ്ട് നമ്മൾ ഈ വിപത്തിനെ നമുക്ക് സമൂഹത്തിൽ നിന്നും എന്നേക്കുമായി മാറ്റം ചെയ്യണം. വിദ്യാർത്ഥികൾക്ക് പോലീസിലേക്ക് രഹസ്യമായി വിവരങ്ങൾ കൈമാറുന്നതിനുള്ള പോസ്റ്ററുകൾ ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലും സ്ഥാപിക്കുന്ന പദ്ധതിയുടെ പ്രകാശനവും SP നിർവഹിച്ചു. ഇടുക്കി DYSP ഷിജു PS അധ്യക്ഷത വഹിച്ചു. നാർക്കോട്ടിക് സെൽ DYSP മുഹമ്മദ് റിയാസ് മുഖ്യപ്രഭാഷണം നടത്തി. കത്തീഡ്രൽ വികാരി ഫാദർ ടോമി ആനിക്കുഴിക്കാട്ടിൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. സബ് ഇൻസ്പെക്ടർ ആതിര പവിത്രൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയും. അവയർനെസ് പ്രോഗ്രാം കോർഡിനേറ്റർ സബ് ഇൻസ്പെക്ടർ സന്തോഷ് CR, പ്രിൻസിപ്പൽ ജിജോ ജോർജ്, ഹെഡ് മിസ്ട്രസ് അർച്ചന തോമസ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജയൻ AJ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മൂലമറ്റം സെന്റ് ജോർജ് ഫൊറോന ഇടവകയിലെ സെന്റ് ജോൺ പോൾ രണ്ടാമൻ കുടുംബ കൂട്ടായ്മ വാർഷികാഘോഷം നടത്തി. സമ്മേളനം ഫൊറോന വികാരി ഫാദർ ജോർജ് ചൊള്ളനാൽ ഉദ്ഘാടനം ചെയ്തു. പാരിഷ് കൗൺസിൽ പ്രതിനിധി മേരി മാത്യു അധ്യക്ഷത വഹിച്ചു.
മൂലമറ്റം സെന്റ് ജോർജ് ഫൊറോന ഇടവകയിലെ സെന്റ് ജോൺ പോൾ രണ്ടാമൻ കുടുംബ കൂട്ടായ്മ വാർഷികം ആഘോഷിച്ചു. മാത്യു പാറൻകുളങ്ങരയുടെ ഭവനാങ്കണത്തിൽ ചേർന്ന സമ്മേളനം ഫൊറോന വികാരി ഫാദർ ജോർജ് ചൊള്ളനാൽ ഉദ്ഘാടനം ചെയ്തു. പാരിഷ് കൗൺസിൽ പ്രതിനിധി മേരി മാത്യു അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് റോയ് ജെ കലറങ്ങാട്ട്, ഡെല്ല പ്രവീൺ, സിസ്റ്റർ എൽസി തോമസ് SH, സിസ്റ്റർ എലിസബത്ത് SH, അഖിൽ ജെയ്സൺ, സിന്ധു ബിജു, റോയ് പി ജോസ് എന്നിവർ പ്രസംഗിച്ചു. വിവിധ കലാകായിക മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. തുടർന്ന് സ്നേഹവിരുന്ന് നടത്തി. സ്പീഡില് ഇനിയും വരും ഇനി ആൻറ്റി. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. ചൊവ്വാഴ്ച വൈകിട്ട് 4:30യോടെയാണ് അപകടം. കാളിയാർ ഒറഗണ്ണി ചേന്നാട്ട് ജോർജിന്റെ വീടിന്റെ മേൽക്കൂരയാണ് കനത്ത മഴയിൽ തകർന്നു വീണത്. വീട്ടുപകരണങ്ങളും വയറിങ്ങും പൂർണ്ണമായി നശിച്ചു. വീടിന്റെ ഭിത്തിക്കും കേടുപാട് സംഭവിച്ചതായി കുടുംബം പറഞ്ഞു. വീടിന്റെ മേൽക്കൂര വലിയ ശബ്ദത്തോടെ താഴോട്ടിരിക്കുന്നത് ശ്രദ്ധിച്ച കുടുംബം പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ സമയം ജോർജും ഭാര്യയും മകന്റെ ഭാര്യയും കുട്ടികളുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ചൊവ്വാഴ്ച ഉച്ച മുതൽ ഇവിടെ ശക്തമായ കാറ്റ് വീശിയിരുന്നു. തുടർന്നാണ് കനത്ത മഴ പെയ്തത്. ഏകദേശം 2.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ ഒരു 4 മണി 4:30യോട് കൂടി പതുക്കെ പിള്ളേരും അമ്മച്ചിയും പപ്പയൊക്കെ ഉണ്ടായിരുന്നു. അത് പ്രായമായിരുന്നു. മോളിൽ നിന്ന് പതുക്കെ ഇരുന്ന് വലിയ മഴയുടെ സമയത്ത് പതുക്കെ ഞെരിഞ്ഞ് എല്ലാം കൂടെ കൂടി ഇങ്ങോട്ട് താഴത്തോട്ട് മൊത്തത്തിൽ വീണു. പിന്നെ ഫ്രിഡ്ജിന്റെ മുകളിലേക്ക് എല്ലാം മൊത്തം നമ്മുടെ എല്ലാ സാധനങ്ങളും പോയി. ഒന്നുമില്ല, കട്ടില് ബെഡ് എല്ലാം പോയി. മൊത്തം സാധനങ്ങൾ, പിള്ളേരുടെ ബുക്കും പുസ്തകങ്ങളും അപ്പൊ ഓടി വന്ന് അയൽക്കാരെല്ലാം കൂടി എടുത്ത് മാറ്റി വെച്ചു. മാത്രം ചെറിയൊരു സൈഡേ ഉള്ളൂ. പക്ഷെ ഇത് പോയിരിക്കണ എല്ലാം പോയേക്കണം. ഇനിയിപ്പോ വീടാറ് ചെയ്യാൻ പറ്റില്ല. ഒന്നേന്ന് മുകളിൽ നിന്ന് മൊത്തത്തിൽ നമ്മൾ മാറ്റണം. നമ്മൾ പ്രൂഫ് വർക്ക് ചെയ്തിട്ട് അധികം ആയിട്ടുള്ളതല്ലേ ഇവരെ പണിതിട്ട് ഒത്തിരി ആയിരുന്നു. പക്ഷെ ഇത് ചെയ്യണ്ടായിരുന്നു, മെയിൻ്റെനൻസ് ചെയ്തോണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ചതാണ്. ഇപ്പൊ ഞാൻ വില്ലേജ് രാവിലെ പോയി. അപ്പൊ അവിടെ പോയി ഒരു അപേക്ഷ കൊടുത്ത് അവർ വരാമെന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂറെന്ന് പറഞ്ഞു. വന്നിട്ടില്ല. ഇപ്പൊ ഒരു വരിക്കും പ്രതീക്ഷ നിൽക്കുകയാണ്. എന്നാലും ഒരു 2-3 ലക്ഷം രൂപ ഇല്ലാണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി കിടക്കാൻ പറ്റില്ല. മൊത്തം ഈ റൂഫ് എല്ലാം ഷീറ്റ് എന്തെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ അത് അത്രയും പൈസ വേണ്ടി വരും. തുടർന്ന് പഞ്ചായത്തിലും വില്ലേജിലും വിവരമറിയിച്ചതായി കുടുംബം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി പകർച്ചവ്യാധി പ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പെരുംതൊട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ ക്യാമ്പ് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് അംഗം അഭിലാഷ് പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. H1N1, ഇൻഫ്ലുവൻസ, ഡെങ്കിപ്പനി തുടങ്ങി വിവിധ പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യരുടെ സ്വാഭാവികമായ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനും വിവിധങ്ങളായ രോഗലക്ഷണങ്ങൾക്കുള്ള ചികിത്സ നൽകുവാനും വേണ്ടിയാണ് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. തോപ്രാംകുടി പെരുന്തൊട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തിയ ക്യാമ്പ് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് അംഗം അഭിലാഷ് പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ വന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അലോപ്പതി മരുന്നിനെ ആശ്രയിച്ചിട്ട് പിന്നീട് രക്ഷയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ആയുർവേദ മെഡിസിൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെയാണ് പല ആളുകളും, ഇവിടെ ഇരിക്കുന്നവർ പലരും പോലും പിടിച്ചു നിന്നതും നമ്മുടെ ആരോഗ്യം നിലനിർത്തിയതും ഒക്കെ അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയായിരുന്നു നമ്മുടെ കാഴ്ചപ്പാടുകൾ. പ്രത്യേകിച്ച് മഴക്കാല ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ, പ്രത്യേകിച്ച് പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകൾ
ദൃശ്യം ഭവനം, വിരേചനം, വസ്തി, രക്തമോഷം ഇങ്ങനെയുള്ള പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകളിലൂടെയാണ് നമ്മുടെ ശരീരത്തെ ശുദ്ധിയാക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യ പ്രതിരോധ ശക്തി നിലനിർത്താനും എല്ലാം ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ നമ്മളെ ഒത്തിരിയേറെ സഹായിക്കുന്നു. വാത്തിക്കുടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ വിവിധങ്ങളായ രോഗങ്ങൾക്കുള്ള ചികിത്സാ സൗകര്യവും ആയുർകർമ്മ എന്ന പേരിൽ സൗജന്യമായി OP പഞ്ചകർമ്മ ചികിത്സാ പദ്ധതിയും നടത്തിവരുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് പെരുന്തൊട്ടി വാർഡംഗം ബിന്ദു സന്തോഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സ്റ്റെഫി വർഗീസ് പകർച്ചവ്യാധി പ്രതിരോധ ക്ലാസ് നയിച്ചു. ഡോക്ടർ ആഷ്ലി ഐസക് യോഗ ക്ലാസിന് നേതൃത്വം നൽകി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ദിഖുൽ അക്ബർ, MPHW അമലു ജോയ്, ADS ഭാരവാഹികളായ മിനി മാത്യു, മിനി സുരേഷ്, എൽസമ്മ ഫ്രാൻസിസ്, വന്ദന വിഷ്ണു, ബിൻസി ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സംസ്ഥാന സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനമനുസരിച്ച് ജൂൺ 15 മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം അനുസരിച്ച് ജൂൺ 15 തീയതി മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം ജൂൺ 15 മുതൽ നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള ഈ പദ്ധതി പ്രിയദർശിനി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. വരുമാനം കണക്കാക്കിയിട്ടില്ല, പ്രായം കണക്കാക്കിയിട്ടില്ല, കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ആദ്യഘട്ടത്തിലെ ഈ പദ്ധതി സൗജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ KSRTCക്ക് അതിൻ്റെ വരുമാനക്കുറവ് വരും. ആ പണം സർക്കാർ KSRTCക്ക് നൽകും. ഇപ്പോൾ KSRTCക്ക് 1500 കോടി എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. ശമ്പളവും പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു മാസം 125 കോടി വെച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു വർഷം 1500 കൊടുക്കുന്നതിൻ്റെ കൂടെ ഇതിനാവശ്യമായ തുക ഏകദേശം 750-800 കോടിക്കും ഇടയിൽ ഇതിൻ്റെ തുക വരും. ഞാൻ പറഞ്ഞിട്ട് പ്രതിമാസം 65-70 കോടിയോളം വരും ഇതിൻ്റെ ചിലവായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അതാണ് 750-800 കോടിയോളം രൂപ പ്രതിവർഷം വരും. അപ്പം നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന 1500 കോടി രൂപയ്ക്ക് പുറമെ ഈ പണം കൂടി സർക്കാർ KSRTCക്ക് നൽകും. വാഗ്ദാനങ്ങൾ പലതുണ്ടായിട്ടും ഗതാഗത കുരുക്കിൽ ശ്വാസം മുട്ടുകയാണ് തൊടുപുഴ നഗരം. ബജറ്റുകളിൽ പ്രഖ്യാപിച്ച ഫ്ലൈ ഓവറുകൾ ഇപ്പോഴും കടലാസിലൊതുങ്ങുമ്പോൾ ജനങ്ങളുടെ യാത്രാ നരകം അനുദിനം വർദ്ധിക്കുന്നു. അധികാരമേറ്റ പുതിയ സംസ്ഥാന സർക്കാരും പുതിയ MLAയും ഈ ചക്രവ്യൂഹത്തിന് അറുതി വരുത്തുമോ എന്നാണ് പൊതുസമൂഹം ഉറ്റുനോക്കുന്നത്. വികസനത്തിന്റെ പെരുമ്പറ മുഴങ്ങുമ്പോഴും തൊടുപുഴയുടെ ഹൃദയമിടിപ്പ് നഗരത്തിലെ ട്രാഫിക് ബ്ലോക്കിൽ തടസ്സപ്പെടുകയാണ്. KSRTC ജംഗ്ഷൻ മുതൽ വെങ്ങല്ലൂർ കവല വരെ നീളുന്ന വാഹനങ്ങളുടെ കിലോമീറ്ററുകളോളമുള്ള ക്യൂ നിത്യസംഭവം. മുൻ UDF സർക്കാരിന്റെ കാലത്ത് ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തി ഫ്ലൈ ഓവർ പ്രഖ്യാപിച്ചെങ്കിലും യാതൊരു തുടർ നടപടിയും ഉണ്ടായില്ല. കാൽനട യാത്രക്കാർക്ക് മാഞ്ഞുപോയ സീബ്ര ലൈനുകളിലൂടെ ജീവൻ പണയം വെച്ച് റോഡ് മുറിച്ചു കിടക്കേണ്ടി വരുന്നതാണ് സാഹചര്യം. റോഡരികിലെ അനധികൃത പാർക്കിംഗ് കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കാൻ നഗരസഭയോ പോലീസോ കാര്യമായ നടപടികൾ സ്വീകരിക്കുന്നതുമില്ല. തൊടുപുഴയിൽ ഗതാഗത ഉപദേശക സമിതിയുടെ പ്രവർത്തനത്തിനെതിരെയും പരാതിയുണ്ട്. ഏറ്റവും വലിയ ഗതാഗതം കൊടുക്കുന്ന ഇടുക്കി ജംഗ്ഷൻ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്ന് KSRTC ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ വണ്ടി അവിടെ ജാമാവുകയാണ്. അതുപോലെ തന്നെ സ്റ്റാൻഡിലേക്ക് പോകുന്നത് 2 സ്റ്റാൻഡിലേക്ക് പോകുന്നു, ഇടുക്കിക്ക് മൂലാറ്റം പോകുന്നു, തിരിച്ചു ഇങ്ങോട്ടും ഗാന്ധി സ്ക്വയർ മുതൽ മിക്ക സമയത്തും 10 മിനിറ്റ് 15 മിനിറ്റിനധികം വണ്ടി അവിടെ പാസ് ചെയ്ത് പോകുന്നൊരു സമയമെടുക്കുന്നു. അടുത്തുള്ള ആശുപത്രിയിൽ പോകുന്നതിന് രോഗികൾക്ക് കടന്നു പോകാൻ പറ്റേണ്ടി വരുന്നു. ഫുട്പാത്തൊക്കെ കയ്യേറി കിടക്കുന്ന കച്ചവടക്കാർ അതിന് തടസ്സമാകുന്നു.
അതുപോലെ അവിടെ ട്രാഫിക് ഒരു പോലീസുകാർ മാത്രമേ അവിടെ നിൽക്കുന്നുള്ളൂ. അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പോൾ കത്തുന്നുമില്ല, അവിടെ പ്രവർത്തിക്കുന്നുമില്ല. അതുകൊണ്ട് എത്രയും വേഗം തൊടുപുഴയിലെ യാത്രാക്കുരുക്ക് പരിഹരിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടു. പുതിയ ബസ് ടെർമിനൽ പ്രവർത്തനം തുടങ്ങിയതോടെ KSRTC ജംഗ്ഷനിലെ ട്രാഫിക് കുരുക്ക് ഇരട്ടിയായി. മൂപ്പിൽക്കടവ് റോഡിൽ നിന്നും കോതായിക്കുന്ന് ബൈപ്പാസിലേക്ക് നീളുന്ന ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കാതെ ഈ ശ്വാസം മുട്ടലിന് പരിഹാരമുണ്ടാകില്ല. വാഗ്ദാനങ്ങളുടെ പുകമറ മാറ്റി മൾട്ടി ലെവൽ പാർക്കിംഗ് പ്ലാസകളും ശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കാരങ്ങളും നടപ്പിലാക്കണമെന്ന ആവശ്യങ്ങൾക്ക് കാലങ്ങളുടെ പഴക്കമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ ഇവിടെയാണ്, നമ്മുടെ KSRTC ജംഗ്ഷനാണ്. KSRTC ജംഗ്ഷനിൽ മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ ഗാന്ധി സ്ക്വയർ മുതൽ നമ്മുടെ മാരിക്കലുങ്ക് പാകം വരെ എന്നും നമ്മുടെ ഇടുക്കി മെയിൻ റോഡ് FH റോഡ് മെയിനായിട്ട് ബ്ലോക്കായി കിടക്കുകയാണ്. അതുമൂലം ഇവിടെ പൊതുഗതാഗതമാണെങ്കിലും KSRTC ആണെങ്കിലും സ്വകാര്യ ബസ്സുകളാണെങ്കിലും ഓടിയെത്താൻ വളരെ ബുദ്ധിമുട്ട് വരുന്നു. അത് ഈ ഓവർ സ്പീഡ് എടുക്കുന്നത് കൊണ്ട്, ബസ്സുകളുടെ സമയം തെറ്റിപ്പോകുന്നത് കൊണ്ട്, ഓവർ സ്പീഡ് എടുക്കുന്നത് കൊണ്ട് പതിവായി അപകടങ്ങളുണ്ടാകുന്നു. പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ്. അത് സ്കൂൾ സമയങ്ങളിലാണെങ്കിൽ സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്കും അത് ഭീഷണിയായിട്ട് മാറുകയാണ്. ഇതുവരെ ഒരു ശാശ്വതമായ ഒരു നടപടി എടുക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നോ പോലീസിൻ്റെ ഭാഗത്തു നിന്നോ ഒരു തീരുമാനവും കൈക്കൊണ്ടിട്ടില്ല. ഫ്ലൈ ഓവർ ഉൾപ്പെടെ ബഡ്ജറ്റിൽ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ ഈ 10 വർഷത്തിനുള്ളിൽ അത് എന്തെങ്കിലും ഒരു രീതിയിലുള്ള നടപ്പാക്കാനോ ബാക്കി കാര്യങ്ങളോ KSRTC ജംഗ്ഷനിലെ അത് നടപ്പാക്കാനോ ഒന്നും ഇതുവരെ ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ടൗണിലെ പാർക്കിങ്ങിന് പല രീതിയിലുമുള്ള ക്രമീകരണങ്ങൾ ചെയ്താൽ മാത്രമേ ടൗണിലെ പാർക്കിംഗ് സംവിധാനം ശരിയാക്കാൻ പറ്റുള്ളൂ. കാരണം എല്ലാ കടകളുടെ ഫ്രണ്ടുകളിലും അലക്ഷ്യമായി വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് പോകുന്നത് ഒരു വലിയ ഒരു ഇതാണ്. പിന്നെ അനധികൃതമായിട്ടുള്ള ഓട്ടോ സ്റ്റാൻഡുകൾ പല സ്ഥലത്തും വാഹനങ്ങൾക്കും യാത്രക്കാർക്കും തടസ്സമാകുന്ന രീതിയിലാണ് ഓട്ടോ സ്റ്റാൻഡുകൾ സ്ഥിതി ചെയ്തത്. അത് പുനർനിർണ്ണയം നടത്തി അതുപോലെ തന്നെ പല ബസ് സ്റ്റോപ്പുകൾ മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ തൊടുപുഴയിൽ വരുന്ന എല്ലാ വണ്ടികളും പല സ്ഥലത്തുനിന്ന് വരുന്ന വണ്ടികളെല്ലാം ഒന്നിച്ചു വരുന്നത് KSRTC ജംഗ്ഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്ന് പാല ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തേക്കും പുറപ്പെടുന്ന ബസ്സുകളും KSRTC ജംഗ്ഷൻ വഴി ചെന്നിട്ടാണ് തിരിഞ്ഞു പോകുന്നത്. അതുതന്നെ ഒരു വലിയൊരു ട്രാഫിക് ബ്ലോക്കിനുള്ള ഒരു കാരണമാണ്. അടിയന്തരമായിട്ട് ആദ്യമായി ചെയ്യേണ്ടത് ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി കൂടുക, ആ കൂടുന്ന കാര്യങ്ങൾ അടിയന്തരമായിട്ട് നടപ്പാക്കുക എന്നുള്ളതാണ്. പുതിയ ഭരണമേൽക്കുന്നവർ ഒന്ന് മാത്രം ഓർക്കുക, തൊടുപുഴയ്ക്ക് ഇനി വേണ്ടത് പ്രകടന പത്രികയിലെ പ്രഖ്യാപനങ്ങളല്ല, മറിച്ച് ഈ ട്രാഫിക് നരകത്തിൽ നിന്നുള്ള ശാശ്വതമായ മോചനമാണ്. പ്രഖ്യാപനങ്ങളുടെ പുകമറയ്ക്കപ്പുറം ഈ ജനകീയ പ്രശ്നത്തിൽ പുതിയ സർക്കാരും ജനപ്രതിനിധിയും കണ്ണു തുറക്കുമോ എന്ന് കണ്ടറിയണം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ദീപിക നമ്മുടെ ഭാഷാ പദ്ധതി കോതമംഗലം രൂപതാതല ഉദ്ഘാടനം നടത്തി. രാഷ്ട്രദീപിക ലിമിറ്റഡ് ഡയറക്ടർ ഫാദർ ഡോക്ടർ തോമസ് പോത്തനാമൊഴി ഉദ്ഘാടനം ചെയ്തു. DFC കോതമംഗലം രൂപത ഡയറക്ടർ ഫാദർ ഡോക്ടർ ആന്റണി പുത്തൻകുളം അധ്യക്ഷത വഹിച്ചു. ദീപിക നമ്മുടെ ഭാഷാ പദ്ധതി കോതമംഗലം രൂപതാതല ഉദ്ഘാടനം മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. രാഷ്ട്രദീപിക ലിമിറ്റഡ് ഡയറക്ടർ ഫാദർ ഡോക്ടർ തോമസ് പോത്തനാമൊഴി ഉദ്ഘാടനം നിർവഹിച്ചു. DFC കോതമംഗലം രൂപത ഡയറക്ടർ ഫാദർ ഡോക്ടർ ആന്റണി പുത്തൻകുളം അധ്യക്ഷത വഹിച്ചു. നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ ഇടത്തൊട്ടി, പത്രം സ്പോൺസർ ചെയ്ത ജേക്കബ് മിറ്റത്താനി, മൂവാറ്റുപുഴ ഹോളിമാഗി ഫൊറോന പള്ളി വികാരി ഫാദർ ഡോക്ടർ മാനുവൽ പിച്ചിലക്കാട്ട്, ഫാദർ ജോർജ് മാറാപ്പിള്ളിൽ, DFC സംസ്ഥാന ഉപദേശക സമിതി ചെയർമാൻ ജോയി നടുക്കുടി, DFC സംസ്ഥാന പ്രസിഡന്റ് ലോറൻസ് എബ്രഹാം ഏനാനിക്കൽ, DFC രൂപതാ പ്രസിഡന്റ് ഡിഗോൾ K. ജോർജ്, ജനറൽ സെക്രട്ടറി ജോർജ് മങ്ങാട്ട്, വൈസ് പ്രസിഡന്റ് സിബി പൊതൂർ, മൂവാറ്റുപുഴ ഫൊറോന പ്രസിഡന്റ് ജേക്കബ് തോമസ്, ആരക്കുഴ ഫൊറോന പ്രസിഡന്റ് പോൾ ലൂയിസ്, കാളിയാർ ഫൊറോന പ്രസിഡന്റ് ചാക്കോച്ചൻ പുന്നോലിൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ. അഹല്യ ഫിൻഫോറക്സ് ഇനി തൊടുപുഴയിലും. അഹല്യ ഫിൻഫോറക്സിന്റെ പുതിയ ശാഖ തൊടുപുഴ ഇടുക്കി റോഡിൽ പീറ്റേഴ്സ് 9 ബിൽഡിംഗിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. തൊടുപുഴ MLAയും നിയമസഭാ ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. 4 നൂറ്റാണ്ടിലേറെയായി കേരളത്തിലെ സാമ്പത്തിക സേവന രംഗത്തെ സജീവ സാന്നിധ്യമായ അഹല്യയുടെ 62ാമത്തെ ശാഖ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ ഇടുക്കി റോഡിൽ പീറ്റേഴ്സ് 9 ബിൽഡിംഗിലാണ് അഹല്യ ഫിൻഫോറക്സിന്റെ പുതിയ ശാഖ പ്രവർത്തനം ആരംഭിച്ചത്. തൊടുപുഴ MLAയും നിയമസഭാ ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു.
വിദേശ കറൻസി വിനിമയം, വിദേശത്തേക്ക് പണമയക്കൽ, സ്വർണ്ണപ്പണയ വായ്പ, മികച്ച സാമ്പത്തിക ആസൂത്രണ സേവനങ്ങൾ, ആകർഷകമായ നിക്ഷേപ പദ്ധതികൾ, ട്രാവൽ ആൻഡ് ടൂർ സേവനങ്ങൾ എന്നിവ വളരെ മികച്ച രീതിയിൽ അഹല്യയിൽ നൽകി വരുന്നു. തൊടുപുഴ പോലൊരു വികസിച്ചുകൊണ്ടിരിക്കുന്ന നഗരത്തിൽ മികച്ച സേവനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് അഹല്യ ഫിൻഫോറക്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതെന്നും ഈ വർഷം കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും കേരളത്തിന് പുറത്തും ശാഖാ വിപുലീകരണം ലക്ഷ്യമിടുന്നുണ്ടെന്നും അഹല്യ ഫിൻഫോറക്സ് മാനേജിംഗ് ഡയറക്ടർ എൻ ഭുവനേന്ദ്രൻ പറഞ്ഞു. മെയിൻലി ഞങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ കോമൺ പബ്ലിക് ഫേസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ നീഡ്സ്, അതിൽ ഫോറിൻ എക്സ്ചേഞ്ച് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കമ്പനി മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അഹല്യയെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി നമ്മുടെയൊക്കെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, അതുപോലെ എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷൻ ഒക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഹോസ്റ്റൽ ഫീ, കുട്ടികളുടെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള അവരുടെ ഹോസ്റ്റൽ ഫീ, അവരുടെ ഫോറിൻ എക്സ്ചേഞ്ച് സൊല്യൂഷൻസ്, ദെൻ ഫോറിൻ യൂണിവേഴ്സിറ്റി ഫീസ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുള്ള മെയിൻലി ഫോക്കസ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സർവീസ് ചെറിയ സിറ്റീസിലേക്ക് കൂടുതലായിട്ട് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് സർവീസാണ്. തൊടുപുഴ വലിയൊരു ഹ്യൂജ് പൊട്ടൻഷ്യൽ പ്ലേസ് ആണ്. അപ്പോൾ അത് ഞങ്ങൾ പ്രധാനമായിട്ടും ടയർ 2-3 സിറ്റീസിലേക്കായിട്ട് കൂടുതൽ ഫോക്കസ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഒരു ഹൈലി പ്രൊഫഷണൽ ആയിട്ടൊരു സർവീസ് ഈ സിറ്റീസിൽ ലാക്ക് ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മൾ മെട്രോ സിറ്റീസിൽ എല്ലാ സർവീസും അവൈലബിൾ ആണ്, പക്ഷേ ചെറിയ സിറ്റീസിൽ വരുമ്പോൾ ഈ ഒരു സർവീസ് വളരെ കുറവാണ്. അതൊരു ഹൈലി പ്രൊഫഷണൽ ആയിട്ടൊരു സർവീസ് കൊടുക്കുക എന്നുള്ളത് കൊണ്ടാണ് തൊടുപുഴ പോലെ ചെറിയ സിറ്റീസിൽ ഞങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇത് 64ാമത്തെ ബ്രാഞ്ചസ് ആണ്. ഈ വർഷം ഞങ്ങൾ അഗൈൻ ഒരു 40 ബ്രാഞ്ചസ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതിലൊരു 20 ബ്രാഞ്ചസ് കേരളത്തിലും ദെൻ 20 ബ്രാഞ്ചസ് ഔട്ട്സൈഡ് കേരളമാണ് ഫോക്കസ് ചെയ്യുന്നത്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ തോമസ് കാവുംകോട്ടത്ത്, സിഇഒ ബോബി ജോസ് എന്നിവർക്കൊപ്പം ഹെഡ് ഓഫീസിലെയും സമീപ ശാഖകളിലെയും പ്രതിനിധികളും മറ്റു പ്രമുഖരും ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർ കുടിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വൻതോതിൽ നാശമുണ്ടാക്കി. കാട്ടാനശല്യം തുടർച്ചയാകുമ്പോഴും വനപാലകർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കാർഷിക മേഖലയ്ക്കും ജീവനും സംരക്ഷണം നൽകണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. എങ്ങനെ സഹിക്കുവിൻ്റെ ദൈവമേ, കൃഷി മനുഷ്യനാ ഉള്ള ആയുസ്സുള്ളത്തോളം കാലം കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്ന ആനയ്ക്ക് ഇതാ ഇപ്പം ജോലി. പിണവൂർ കുടിയിൽ കാഞ്ഞിരത്തിങ്കൽ വീട്ടിൽ കർഷകയും വനിതാ സംരംഭകയും കോക്കനാട്ട് ഓയിൽ മിൽ ഗ്രൂപ്പ് നടത്തിവരുന്നതുമായ സുശീലയുടെ കൃഷിയിടത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടാനക്കൂട്ടം കയറി വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. കായ്ഫലമുണ്ടായിരുന്ന തെങ്ങുകൾ കുത്തിമറിച്ചിട്ടു. വാഴ, കമുക് തുടങ്ങിയവയും വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. കാട്ടാനശല്യം തുടർച്ചയാകുമ്പോഴും വനപാലകർ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പൂർത്തിയാക്കി കാർഷിക മേഖലയ്ക്കും ജീവനും സംരക്ഷണം നൽകണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇത്തവണത്തെ ഫുട്ബോൾ വേൾഡ് കപ്പ് മത്സരം അറക്കുളം ജയ്ഹിന്ദ് ലൈബ്രറിയുടെ ബിഗ് ടിവിയിൽ കാണാം. ഇടിമിന്നലിൽ തകർന്നുപോയ ലൈബ്രറിയുടെ പഴയ ടിവിക്ക് പകരം ഗ്രാമപഞ്ചായത്ത് അംഗം ബിജു ജോസഫ് സമ്മാനിച്ച പുതിയ ടിവിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ലൈബ്രറി സെക്രട്ടറി KT മോഹനന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് ടിവി കൈമാറി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സജി P. ജോസ് യോഗം ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറിയുടെ ഭിത്തി നിറയുന്ന വലിയ ഒരു ടിവിയാണ് വാർഡ് മെമ്പർ വാങ്ങി നൽകിയത്. ഇത്തവണ ലോകകപ്പ് ബിഗ് ടിവിയിൽ കാണാമെന്ന സന്തോഷത്തിലാണ് അറക്കുളത്തെ കായിക പ്രേമികൾ. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടും മുൻപ് രൂപീകരിച്ചതും ഇടുക്കി ജില്ലയിലെ ഏറ്റവും പഴക്കമേറിയതുമായ അറക്കുളം ജയ്ഹിന്ദ് ലൈബ്രറിയിൽ ഇത്തവണത്തെ ലോകകപ്പ് അടക്കം വലിയ ടിവിയിൽ കാണാൻ സാധിക്കും. ഇടിമിന്നലിൽ തകർന്ന ടിവിക്ക് പകരം ടിവി സ്പോൺസർ ചെയ്യാനുള്ള ലൈബ്രറിയുടെ ആഹ്വാനം വിദേശത്തു നിന്നുള്ളവർ അടക്കം ഏറ്റെടുത്തെങ്കിലും ഇതിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ബിജു ജോസഫിന്റെ ഓഫർ സ്വീകരിക്കുവാൻ കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു. ലൈബ്രറിയുടെ ഭിത്തി നിറയുന്ന വലിയൊരു ടിവിയാണ് വാർഡ് മെമ്പർ വാങ്ങി നൽകിയത്. ഇത്തവണ ലോകകപ്പ് ബിഗ് ടിവിയിൽ കാണാമെന്ന സന്തോഷത്തിലാണ് അറക്കുളത്തെ കായിക പ്രേമികൾ. ലൈബ്രറി ഹാളിൽ കൂടിയ യോഗത്തിൽ വെച്ച് ടിവി കൈമാറി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സജി P. ജോസ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി സെക്രട്ടറി KT മോഹനൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ സ്റ്റീഫൻ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. മെമ്പർ ബിജു ജോസഫ് മറുപടി പ്രസംഗം നടത്തി. ലൈബ്രറി കമ്മിറ്റി അംഗങ്ങളായ ബിജു ജോർജ്, SN സുഭാഷ് എന്നിവർ ആശംസകൾ നേർന്നു. S. ശ്രീവത്സൻ, രാജൻ താഴ്ത്തുമന, അനിത സജീവ്, വിറ്റാസ് പ്രഭാകർ, AN മോഹനൻ, പ്രകാശ് മാളിയേക്കൽ, ശ്രീഹരി, അഭിജിത് മോഹൻ, PA വേലുക്കുട്ടൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അറക്കുളം.
പീരുമേട് പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയിലും സ്വജന പക്ഷപാതപരമായ നിലപാടുകളിലും പ്രതിഷേധിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പീരുമേട് പഞ്ചായത്ത് ഓഫീസിലേക്ക് സമരം സംഘടിപ്പിച്ചു. പ്രതിഷേധ മാർച്ച് LDF മണ്ഡലം കൺവീനർ ജോസ് ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. LDF പീരുമേട് പഞ്ചായത്ത് കൺവീനർ MK ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. താൽക്കാലിക ദിവസവേതന കരാർ ജീവനക്കാർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലത്ത് നിയമിച്ചതാണ്. ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് LDFന്റെ നേതൃത്വത്തിൽ പീരുമേട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് LDF മണ്ഡലം കൺവീനർ ജോസ് ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഈ പഞ്ചായത്ത് ഭരണസമിതി 6 മാസത്തിനുള്ളിൽ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തന്നിഷ്ടപ്രകാരം തന്റെ വ്യക്തിവിരോധം തീർക്കുവാനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഏതാണ്ട് 10-15 വർഷക്കാലം ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മുരളി എന്ന് പറയുന്ന ആ ജീവനക്കാരനെ പിരിച്ചുവിടാൻ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. ഞങ്ങൾക്കറിയാൻ കഴിയുന്നത് ഇതിനു ശേഷം CPMന്റെ സജീവ പ്രവർത്തകനായി എന്ത് പ്രവർത്തനം നടത്തിയാലും പ്രകടനം നടത്തിയാലും അതിന്റെ മുന്നിൽ കൊടിപിടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന CPMന്റെ ഒരു പ്രവർത്തകനുണ്ട്, അയ്യപ്പൻ എന്ന് പറയുന്ന പ്രവർത്തകൻ. ആ പ്രവർത്തകനെ ഇതിനുശേഷം പിരിച്ചുവിടും. അത് കഴിഞ്ഞ് ഇവിടെ ഹരിതകർമ്മസേന, അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ ടെക്നിക്കലായിട്ടുള്ള ജോലി ചെയ്യുന്ന മുൻകാലങ്ങളിൽ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെയെല്ലാം പിരിച്ചുവിടുകയാണ്. കാരണമെന്ന് പറയുന്നത് ഇവർ LDFന്റെ പ്രവർത്തകരാണ്. ഈ സമരത്തിന്റെ മുന്നിൽ ആനന്ദ് എന്ന് പറയുന്ന ആ പട്ടുമലയിലെ നമ്മുടെ പകൽ വീട് നോക്കിക്കൊണ്ടിരിക്കുന്ന ആനന്ദ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആനന്ദ് അവിടെ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ആനന്ദാണ് വർഷങ്ങളായി ആ പകൽ വീടും അവിടുത്തെ ടോയ്ലറ്റും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാ വർഷവും മാർച്ച് മാസം ഇത് ലേലം ചെയ്യുമ്പോൾ ലേലത്തിന് ഗവൺമെന്റ് പറഞ്ഞ നിയമ സംവിധാനത്തിലൂടെ പുതുക്കി കൊടുക്കാൻ നിയമമുണ്ട്, അതല്ലെങ്കിൽ ലേലം ചെയ്യാൻ നിയമമുണ്ട്. ഇതൊന്നും ചെയ്യാതെ ആനന്ദ് CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിയുടെ സ്വരത്തിൽ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കാൻ പരസ്യമായ പ്രസ്താവന നടത്തുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് ഭരണസമിതിയും. ഇതാ നിങ്ങൾക്കറിയാം, ഇവിടെ AE എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ എല്ലാ വർഷവും യോഗത്തിൽ LDF പീരുമേട് പഞ്ചായത്ത് കൺവീനർ MK ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. LDF നേതാക്കളായ CR സോമൻ, R ദിനേശൻ, KB സജിമോൻ, PA ജേക്കബ്, VS പ്രസന്നൻ, TK മോഹനൻ, V ഷൈജൻ, VK ബാബുക്കുട്ടി, സോബിൻ തോമസ്, TJ ടൈറ്റസ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പീരുമേട്. വണ്ടിപ്പെരിയാറിലെ വാട്ടർ അതോറിറ്റിയുടെ മോട്ടോർ കത്തിപ്പോയി. മുൻപ് കത്തിപ്പോയ മോട്ടോർ ഇതുവരെ പ്രവർത്തനക്ഷമമാക്കിയിട്ടില്ല. കൂടാതെ അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് 20 ലക്ഷം രൂപ അനുവദിച്ച് വാങ്ങി നൽകിയ 60 HP മോട്ടോർ പ്രവർത്തനരഹിതവുമാണ്. നിലവിൽ ഓടിക്കൊണ്ടിരുന്ന മോട്ടോർ കേടായതോടെ 4 ദിവസത്തേക്ക് കുടിവെള്ള വിതരണം മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. കുടിവെള്ള വിതരണത്തിന് വിവിധങ്ങളായ തടസ്സങ്ങളാണ് വണ്ടിപ്പെരിയാർ മേഖലയിൽ കാണുന്നത്. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളത്തെ ആശ്രയിച്ചാണ് ടൗണിലെ ഒട്ടുമിക്ക ആളുകളും കഴിയുന്നത്. ഇതിനായി കഴിഞ്ഞ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഡിവിഷൻ മെമ്പറായിരുന്ന PM നൌഷാദ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് 20 ലക്ഷം രൂപയുടെ 60 HP മോട്ടോർ വാങ്ങി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതും ഒരു തവണ മാത്രമാണ് പ്രവർത്തിച്ചത്. പിന്നീട് 1 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും ഈ മോട്ടോർ പ്രവർത്തനരഹിതമായി തന്നെ തുടരുകയാണ്. ഇതിന്റെ ഉത്തരവാദിത്തം കരാറുകാരനാണ് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതുകൂടാതെ സബ്മേഴ്സ് സിബിൾ 2 മോട്ടോർ കൂടിയുണ്ട്. ഇതിൽ ഒരെണ്ണം നേരത്തെ കത്തിപ്പോയിരുന്നു. പിന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മോട്ടോർ കഴിഞ്ഞ രാത്രിയോടുകൂടി കത്തിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ വണ്ടിപ്പെരിയാർ ടൗൺ ഉൾപ്പെടെയുള്ള 100 കണക്കിന് കുടുംബങ്ങൾ 4 ദിവസത്തേക്ക് കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരാഴ്ചത്തേക്ക് വെള്ളം നമ്മുടെ നാട്ടിൽ കാണാൻ സാധ്യത വളരെ കുറവാണ്. ഇതൊരു ഔദ്യോഗിക പ്രഖ്യാപനമല്ല. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഈ വെള്ളം ഉപയോഗിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയ അറിവാണ്. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി താലൂക്ക് വികസന സമിതിയുടെ അഭ്യർത്ഥനയൊക്കെ മാനിച്ച് 60 HP ഒരു മോട്ടോർ വെച്ചു. ആ മോട്ടോർ അവിടെ ചുമ്മാ ഇരിപ്പുണ്ട്. ആ മോട്ടോർ വെച്ച ഉടനെ കേടായി. അത് നന്നാക്കാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിട്ടില്ല. രണ്ടാമത് പഴയ ഒരു മോട്ടോർ 35 HP ഉള്ളത് കേടായിട്ട് 3 മാസമായി. ആ മോട്ടോർ കേടായി അവിടെ ഇരിക്കെ 2 മോട്ടോർ കേടായിരിക്കെ ഇന്നലെ നമുക്ക് ഓടിക്കൊണ്ടിരുന്ന മോട്ടോർ കേടായി. അങ്ങനെ 3 മോട്ടറും കേടായതോടുകൂടി വണ്ടിപ്പെരിയാറിലെ കുടിവെള്ളം സപ്ലൈ ഇന്നലെ സന്ധ്യ മുതൽ മുടങ്ങിയിരിക്കുകയാണ്.
ഇനി ഒരു 3-4 ദിവസത്തേക്ക് ഇപ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ട്. ഇനി അത് അഴിച്ചു കൊണ്ടുപോയി തേനിയിലോ മറ്റോ കൊണ്ടുപോയി ബൈൻഡ് ചെയ്ത് കൊണ്ടുവന്ന് പിടിപ്പിക്കണമെന്നാണ് അവർ പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റി AXC മനീഷ് മോഹനൻ പറയുന്നത് ഇങ്ങനെയാണ്. KSEBയുടെ വീടുകളിലേക്ക് പോകുന്ന 3 ഫേസ് ലൈൻ തന്നെയാണ് ഇത്രയും വലിയ പമ്പ് സെറ്റിനും നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ വോൾട്ടേജ് വേരിയേഷൻ കാരണമോ ഫേസ് മാറ്റിയതിനാലോ ആവാം മോട്ടോർ കത്തിപ്പോയത് എന്നാണ്. ഇതേസമയം മോട്ടോർ സൗണ്ട് വ്യത്യാസം വരുമ്പോൾ തന്നെ ഓഫ് ചെയ്തിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നുവെന്നും കൂടാതെ പമ്പ് സെറ്റ് മോട്ടോർ പ്രവർത്തനം നടത്തുന്ന താൽക്കാലിക ജീവനക്കാരന്റെ ശ്രദ്ധക്കുറവ് കൊണ്ടുമാവാം ഇങ്ങനെ സംഭവിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഇപ്പോൾ കത്തിയിരിക്കുന്ന മോട്ടോർ നന്നാക്കി എടുത്തുകൊണ്ടുവന്ന് ഘടിപ്പിച്ചാൽ മാത്രമേ കുടിവെള്ള വിതരണം നടത്താൻ കഴിയുകയുള്ളൂ. ഇതേസമയം കുടിവെള്ളമില്ലാത്തതിന്റെ ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉള്ളതായും വർഷങ്ങൾക്ക് മുൻപ് KK തോമസ് MLA ആയിരുന്ന സമയത്ത് LIC നിർമ്മിച്ച പമ്പ് സെറ്റ് മോട്ടോർ ഉൾപ്പെടെ ആനക്കയത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ April-May മാസങ്ങളിലുണ്ടാകുന്ന കുടിവെള്ളക്ഷാമത്തിന് കൂടി പരിഹാരമാവുമെന്നും ഇത് സംബന്ധിച്ച് ഇതോടൊപ്പം നിലവിലെ മോട്ടോറിന്റെ ഇവിടുത്തെ പ്രവർത്തനത്തിന്റെയും കാര്യക്ഷമത അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിക്ക് പരാതി നൽകുമെന്നും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയും UDF കൺവീനറുമായ TH അബ്ദുൾ സമദ് പറഞ്ഞു. ആ പശുമല ജംഗ്ഷനിൽ തന്നെ എത്രയിടത്ത്, ആ SNDP മന്ദിരത്തിനപ്പുറത്ത് എത്രയിടത്ത് അതൊന്നും നന്നാക്കാൻ ഈ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാകുന്നില്ല. ഇത് ബില്ലെഴുതി മാറുകയും ആവശ്യത്തിൽ കൂടുതൽ പണം സർക്കാർ മുടക്കിയാലും അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം ഈ കാര്യത്തിൽ എല്ലാവരുടെയും പ്രതികരണം ഉണ്ടാവണം, പ്രതിഷേധം ഉണ്ടാവണമെന്ന് മാത്രമല്ല, ഇത് വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഇതെന്താണ് ഇങ്ങനെ വണ്ടിപ്പെരിയാറിൽ ഇതിന് സമാനമായ സംഭവം കഴിഞ്ഞ മുസ്ലിം ലീഗ് കമ്മിറ്റിയിൽ കുമ്മളിയിൽ നിന്ന് വന്ന ഭാരവാഹികൾ ഉന്നയിച്ചു. കുമ്മളിയുടെ സ്ഥിതി ഇത് തന്നെയാണ്. വെള്ളസപ്ലത്തിനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്, കൃത്യമായി വാലുതിരിക്കില്ല, കൃത്യമായി സ്റ്റോക്ക് ചെയ്യില്ല, കൃത്യമായി സപ്ലൈ ചെയ്യില്ല. ഈ കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണം. പ്രതിഷേധ സമരങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. നിലവിൽ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് വണ്ടിപ്പെരിയാർ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന കൃത്രിമ കുടിവെള്ളക്ഷാമം കുടിവെള്ളം വിതരണം നടത്തുന്ന ലോബികളുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് കാരണമാണ് നിലവിലെന്നും ആരോപണം ഉയരുന്നുണ്ട്. 1000 മുതൽ 4000 രൂപ വരെയാണ് നിലവിലെ കുടിവെള്ള വിതരണത്തിനായി സ്വകാര്യ വാഹന ഉടമകൾക്ക് വാങ്ങുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭാരിച്ച ചെലവാണ്. ഇതിനായുള്ള നടപടി കൂടി എത്രയും വേഗം നടത്തണമെന്നും അല്ലാത്തപക്ഷം സമരപരിപാടികൾ ഉൾപ്പെടെ നടത്തേണ്ടി വരുമെന്നും TH അബ്ദുൾ സമദ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകൾ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ യുവാക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മയക്കുമരുന്നുകൾ എത്തിക്കുന്നത് എന്ന് ഇടുക്കി SP സാബു മാത്യു. കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. ചൊവ്വാഴ്ച വൈകിട്ട് 4:30-യോടെയാണ് അപകടം. കാളിയാർ ഒറഗണ്ണി ചേന്നാട്ട് ജോർജിന്റെ വീടിന്റെ മേൽക്കൂരയാണ് കനത്ത മഴയിൽ തകർന്നു വീണത്. KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ദീപിക നമ്മുടെ ഭാഷാ പദ്ധതി കോതമംഗലം രൂപതാതല ഉദ്ഘാടനം നടത്തി. രാഷ്ട്രദീപിക ലിമിറ്റഡ് ഡയറക്ടർ ഫാദർ ഡോക്ടർ തോമസ് പോത്തനമൊഴി ഉദ്ഘാടനം ചെയ്തു. വാഗ്ദാനങ്ങൾ പലതുണ്ടായിട്ടും ഗതാഗതക്കുരുക്കിൽ ശ്വാസം മുട്ടുകയാണ് തൊടുപുഴ നഗരം. ബജറ്റുകളിൽ പ്രഖ്യാപിച്ച ഫ്ലൈ ഓവറുകൾ ഇപ്പോഴും കടലാസിലൊതുങ്ങുമ്പോൾ ജനങ്ങളുടെ യാത്രാ നരകം അനുദിനം വർദ്ധിക്കുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.